everyone. Class 5th English Chapter 3 The Dotലെ ക്വസ്റ്റൻ ആൻസേഴ്സ് ആണ് ഇന്ന് നോക്കുന്നത്. ഫസ്റ്റ് ക്വസ്റ്റൻ ആണ്, വൈ വാസ് വഷ്ടി സാഡ്? എന്തുകൊണ്ടാണ് ഈ വഷ്ടി എന്ന പേരുള്ള കുട്ടി സങ്കടപ്പെട്ടിരുന്നത്? ആൻസർ, വഷ്ടി വാസ് സാഡ് ബിക്കോസ് ഷീ തോട്ട് ഷീ കുഡൻറ്റ് ഡ്രോ പിക്ചേഴ്സ്. അപ്പോൾ വഷ്ടി വിചാരിച്ചിരുന്നത് അവൾക്ക് ചിത്രങ്ങൾ വരയ്ക്കാൻ കഴിയില്ല, തനിക്ക് ചിത്രങ്ങൾ വരയ്ക്കാനുള്ള ആ ഒരു കഴിവില്ല, എനിക്ക് പറ്റില്ല എന്ന് ആലോചിച്ചിട്ടാണ് വഷ്ടി സങ്കടപ്പെട്ടിരുന്നത്. വഷ്ടി വാസ് സാഡ് ബിക്കോസ് ഷീ തോട്ട് ഷീ കുഡൻറ്റ് ഡ്രോ പിക്ചേഴ്സ്. സെക്കൻഡ് ക്വസ്റ്റ്യൻ, വാട്ട് ഡിഡ് ദ ടീച്ചർ ആസ്ക് വഷ്ടി ടു ഡു ആഫ്റ്റർ ഷീ ഹാഡ് ഡ്രോൺ ദ പിക്ചർ ഓഫ് എ ഡോട്ട്? ഒരു ഡോട്ട്, ഒരു കുത്ത് അല്ലെങ്കിൽ ഒരു പൊട്ട് അത് വരച്ചതിന് ശേഷം എന്താണ് വഷ്ടിയുടെ ടീച്ചർ വഷ്ടിയോട് ചെയ്യാൻ പറഞ്ഞത്? ആൻസർ, ദ ടീച്ചർ ആസ്ക്ഡ് വഷ്ടി ടു സൈൻ ഹർ നെയിം ഓൺ ദ പിക്ചർ ഓഫ് ദ ഡോട്ട്. തൻ്റെ പേരൊപ്പിടാനായിട്ടാണ് പറയുന്നത്. ആ ഡോട്ട് എന്ന പിക്ചറിൻ്റെ താഴെ തൻ്റെ പേരൊപ്പിടാൻ, സൈൻ ചെയ്യാനാണ് പറയുന്നത്. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, വാട്ട് ഡിഡ് വഷ്ടീസ് ടീച്ചർ ഡു വിത്ത് ഹർ പിക്ചർ? വഷ്ടിയുടെ പിക്ചർ ഉപയോഗിച്ച് ആ ടീച്ചർ എന്താണ് ചെയ്തത്? ആൻസർ, വഷ്ടീസ് ടീച്ചർ ഫ്രെയിംഡ് ദ പിക്ചർ ഓഫ് ദ ഡോട്ട് ആൻഡ് ഹങ് ഇറ്റ് അബവ് ഹർ ഡെസ്ക്. വഷ്ടിയുടെ ടീച്ചർ ആ ഡോട്ടിൻ്റെ പിക്ചർ എടുത്ത് ആദ്യം ഫ്രെയിം ചെയ്തു, അല്ലേ? നമ്മൾ പഠിച്ചു ഗോൾഡൻ സ്വേർലി ഒരു ഡിസൈൻസൊക്കെ ഉള്ള ഗോൾഡൻ ഫ്രെയിമിലാണ് ചെയ്തത്. ആൻഡ് ഹങ് ഇറ്റ്, ഹങ് എന്ന് വെച്ചാൽ ഹാങ്ങിൻ്റെ പാസ്റ്റ് ടെൻസ് ആണ്. ഓക്കെ, തൂക്കിയിടുക, തൻ്റെ ഡെസ്കിൻ്റെ മുകളിലായിട്ട് തൂക്കിയിടുകയാണ് ചെയ്യുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, വൈ ഡിഡ് വഷ്ടി തിങ്ക് ഷീ കുഡ് മേക്ക് ആൻ ഈവൻ ബെറ്റർ ഡോട്ട്? എന്തുകൊണ്ടാണ് വഷ്ടിക്ക് തോന്നിയത് എനിക്കിതിനേക്കാളും നന്നായിട്ടുള്ളൊരു ഡോട്ട് വരയ്ക്കാൻ പറ്റുമെന്ന്? ആൻസർ, വഷ്ടി തോട്ട് ഷീ കുഡ് മേക്ക് an even better dot because she wanted to try again and make a more colorful dot. അവൾക്ക് ഒന്നുകൂടെ ശ്രമിച്ചിട്ട് ഭംഗിയുള്ള കളർഫുൾ ആയിട്ടുള്ളൊരു ഡോട്ട് വരയ്ക്കണം എന്ന് തോന്നി. അതുകൊണ്ടാണ് അവൾക്ക് ഇങ്ങനെ തോന്നാൻ കാരണം. ഫിഫ്ത്ത്, വഷ്ടി ആസ്ക്ഡ് ദ ബോയ് ടു സൈൻ ഹിസ് പിക്ചർ. വൈ? വഷ്ടി ഒരു ആൺകുട്ടിയോട് പറയുന്നുണ്ടല്ലേ, അവൻ വരച്ച ആ ഒരു കേർവ്ഡ് ആയിട്ടുള്ള ആ ഒരു നേരെയല്ലാത്ത വരയുടെ താഴെ സൈൻ ചെയ്യാൻ പറയുന്നുണ്ട്. എന്തുകൊണ്ടാണ്? വഷ്ടി ആസ്ക്ഡ് ദ ബോയ് ടു സൈൻ ഹിസ് പിക്ചർ ടു ഷോ ഹിം ദാറ്റ് ഹിസ് ഡ്രോയിങ് വാസ് സ്പെഷ്യൽ ആൻഡ് ഇമ്പോർട്ടൻറ്റ് ജസ്റ്റ് ലൈക്ക് ഹേഴ്സ്. അപ്പോൾ വഷ്ടിക്കും കാണിക്കണമായിരുന്നു അവൻ വരച്ച ആ ഒരു ചിത്രം വളരെ സ്പെഷ്യലാണ്, അതിനും ഇമ്പോർട്ടൻസ് ഉണ്ട്, അതിനൊരു പ്രാധാന്യമുണ്ട്. അവളുടെ ഡോട്ട് എന്ന പെയിൻറ്റിങ് പോലെ തന്നെ അവളുടെ ടീച്ചർ അവളുടെ ഡോട്ടിന് താഴെ സൈൻ ചെയ്യാൻ പറഞ്ഞത് അതിനൊരു പ്രത്യേകതയുണ്ട്, അതിനൊരു പ്രാധാന്യമുണ്ട് എന്ന് ആ കുട്ടിയെ അറിയിക്കാനും അതിലൂടെയാണ് അവൾക്ക് പ്രോത്സാഹനം ലഭിക്കുന്നതല്ലേ, ഇനിയും ഡോട്ട്സ്, കളർഫുൾ ഡോട്ട്സും ബിഗ് ഡോട്ട്സൊക്കെ വരയ്ക്കാൻ വേണ്ടി. അതുപോലെ ഈ കുട്ടിയെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടിയിട്ടും അവൻ്റെ ഡോട്ട് സ്പെഷ്യലാണ്, പ്രത്യേകതയുള്ളതാണെന്നും ഇമ്പോർട്ടൻ്റ് ആണ്, പ്രാധാന്യമുള്ളതാണെന്നും അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ആ കുട്ടിയോട് ആ പിക്ചർ സൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് വഷ്ടി പറയുന്നത്. സിക്സ്ത് വൺ, വാട്ട് വിൽ ദ ബോയ് ഡു നെക്സ്റ്റ്? ഇനി എന്തായിരിക്കും ആ ആൺകുട്ടി ചെയ്യുക? ദ ബോയ് വിൽ പ്രോബബ്ലി സ്റ്റാർട്ട് ഡ്രോയിങ് മോർ ജസ്റ്റ് ലൈക്ക് വഷ്ടി ഡിഡ് ആൻഡ് മേ ബി ഡിസ്കവർ ദറ്റ് ഹീ കെൻ ഡ്രോ ടു. ഈ ആൺകുട്ടിയും വഷ്ടിയെ പോലെ തന്നെ ചിലപ്പോൾ വരയ്ക്കാൻ തുടങ്ങുമായിരിക്കും. എന്നിട്ട് അവനും ചിലപ്പോൾ ഡിസ്കവർ ചെയ്യാന്ന് വെച്ചാൽ കണ്ടുപിടിക്കാൻ പറ്റുമായിരിക്കും തനിക്കും വരയ്ക്കാനുള്ള കഴിവുണ്ട് എന്ന്. ദ ബോയ് വിൽ പ്രോബബ്ലി സ്റ്റാർട്ട് ഡ്രോയിങ് മോർ. ചിലപ്പോൾ അവൻ കൂടുതൽ വരയ്ക്കാൻ തുടങ്ങിയേക്കാം വഷ്ടിയെ പോലെ തന്നെ, ജസ്റ്റ് ലൈക്ക് വഷ്ടി ഡിഡ്. ആൻഡ് മേ ബി, ചിലപ്പോൾ കണ്ടുപിടുത്തം നടത്തിയേക്കാം, ഡിസ്കവർ ചെയ്തേക്കാം, എന്ത്? തനിക്കും വരയ്ക്കാനുള്ള കഴിവുണ്ട് എന്ന്. ഓക്കെ, നെക്സ്റ്റ് ആക്ടിവിറ്റിയാണ്, some of the events of a story are illustrated below. Develop a story based on the pictures given. അപ്പോൾ ഒരു കഥയിലെ കുറച്ച് സന്ദർഭങ്ങൾ ഇവിടെ ചിത്രമായിട്ട് കൊടുത്തിട്ടുണ്ട്, അത് ബേസ് ചെയ്തിട്ട് അതിനനുസരിച്ചൊരു കഥ തയ്യാറാക്കാനാണ് പറയുന്നത്. അപ്പോൾ ഫസ്റ്റ് എന്താണ്, ഒരു സിംഹം ഉണ്ട്, ഒരു പേടിച്ചിരിക്കുന്ന എലിയുണ്ട്. ഓക്കെ, നമുക്ക് കഥ എഴുതാം. Once upon a time in a thick jungle there was a big lion named Leo. നമ്മുടെ സിംഹത്തിന് നമ്മൾ പേരിട്ടിരിക്കുകയാണ് ലിയോ. ഒരു കൊടും കാട്ടിൽ പണ്ട് ഒരു വലിയ സിംഹമുണ്ടായിരുന്നു, അവൻ്റെ പേരാണ് ലിയോ. വൺ സണ്ണി ഡേ വൈൽ ലിയോ വാസ് വാക്കിംഗ് ത്രൂ ദ ജംഗിൾ ഹീ സ്റ്റെപ്ഡ് ഓൺ എ ടൈനി മൗസ് നെയ്മഡ് മീക്കോ. ഒരു സണ്ണി ഡേ, ഒരു നല്ല വെയിലൊക്കെ ഉള്ള ദിവസം ലിയോ കാട്ടിലൂടെ നടക്കുമായിരുന്നു. അപ്പം അവൻ്റെ കാലറിയാതെ ഒരു ചെറിയ എലിയുടെ മുകളിൽ പതിഞ്ഞു. ആ എലിയുടെ പേരാണ് മീക്കോ. മീക്കോ വാസ് വെരി സ്കേർഡ് ആൻഡ് സ്ക്വീക്ഡ്.
മീക്കോ പെട്ടെന്ന് പേടിച്ച് സ്ക്വീക്ക് ചെയ്യാന്ന് വെച്ചാൽ ഒരു കീ ശബ്ദം ഉണ്ടാക്കില്ല എലികൾ, അതിനെയാണ് സ്ക്വീക്ക് ചെയ്യാന്ന് പറയുക. പ്ലീസ് ബിഗ് ലയൺ ഡോണ്ട് ഈറ്റ് മീ, ഐ പ്രോമിസ് ഐ വിൽ ഹെൽപ്പ് യു വൺ ഡേ. പ്ലീസ് ബിഗ് ലയൺ, വലിയ സിംഹമേ എന്നെ കഴിക്കല്ലേ. ഐ പ്രോമിസ് ഐ വിൽ ഹെൽപ്പ് യു വൺ ഡേ, ഞാൻ നിനക്ക് പ്രോമിസ് തരാം ഞാൻ നിന്നെ ഒരു ദിവസം സഹായിക്കും എന്ന്. ലിയോ laughed and said, "You help me? How could a tiny creature like you help a big lion like me?" അപ്പോൾ ലിയോ, നമ്മുടെ സിംഹം ചിരിച്ചുകൊണ്ട് പറയും, നീയോ എന്നെ സഹായിക്കാനോ? നിന്നെ പോലെയുള്ള ഈ ചെറിയ ജന്തുവിന് എങ്ങനെയാണ് എന്നെ പോലെയുള്ളൊരു വലിയ സിംഹത്തിനെ സഹായിക്കാൻ പറ്റുക? But Leo was in a good mood, so he lifted his paw and let Meeko go. പക്ഷെ നമ്മുടെ സിംഹം ലിയോ നല്ലൊരു മൂഡിലായിരുന്നു, അതുകൊണ്ട് തൻ്റെ കാൽപാദങ്ങൾ ഉയർത്തിയിട്ട് നമ്മുടെ മീക്കോനോട് പറഞ്ഞു, നീ പൊക്കോ. നെക്സ്റ്റ് ഡേയ്സ് പാസ്ഡ് ആൻഡ് ലിയോ forgot about the little mouse. ദിവസങ്ങൾ കഴിഞ്ഞു, ലിയോ നമ്മുടെ കുഞ്ഞ് എലിയെക്കുറിച്ച് മറന്നുപോയി. വൺ ഡേ, ഒരു ദിവസം, while walking through the jungle, കാട്ടിലൂടെ നടന്നു പോകുമ്പോൾ ലിയോ got caught in a hunter's net. നമ്മുടെ ലിയോ ഒരു ഹണ്ടർ, വേട്ടക്കാരൻ്റെ നെറ്റ്, അതായത് വലയിൽ കുടുങ്ങുകയുണ്ടായി. ഓക്കെ, ഇവിടെ സംഭവിക്കുന്നത് നോക്കാം. ഹി റോഡ് ലൗഡ്ലി ഫോർ ഹെൽപ്പ്. അപ്പോൾ അവൻ ഒച്ചത്തിൽ അലറാൻ തുടങ്ങി. ഓക്കെ, അടുത്ത എന്താ സംഭവിക്കുന്നത്? മീക്കോ ഹേർഡ് ലിയോസ് റോർസ് ആൻഡ് റഷ്ഡ് ടു ദ സ്പോട്ട്. അപ്പോൾ അലറുക, റോർ എന്ന് വെച്ചാൽ സിംഹത്തിൻ്റെ ഗർജനത്തിനെയാണ് റോർ ചെയ്യുക എന്ന് പറയാം. അപ്പോൾ മീക്കോ, നമ്മുടെ എലി, ഇത് കേട്ടിട്ട് റഷ് ചെയ്ത് പെട്ടെന്ന് ഓടിയെത്തി ആ ഒരു സ്ഥലത്തോട്ട്. സേയിങ് ലിയോ ട്രാപ്ഡ്, മീക്കോ റിമെമ്പേർഡ് ലിയോസ് കൈൻഡ്നെസ്. അപ്പോൾ ലിയോ ട്രാപ്പായിട്ട് ഇങ്ങനെ കുടുങ്ങി കിടക്കുന്നത് കണ്ടപ്പോൾ മീക്കോക്ക് എന്താണ് ഓർമ്മ വരുന്നത്? ലിയോ പണ്ട് അവനെ സഹായിച്ചത്, അതായത് അവനെ വെറുതെ വിട്ട ആ ഒരു കൈൻഡ്നെസ് ഓർമ്മ വരുന്നു. ഡോണ്ട് വറി ലിയോ, ഐ വിൽ സേവ് യു. പേടിക്കേണ്ട ലിയോ, ഞാൻ നിന്നെ രക്ഷിക്കാം. മീക്കോ സെഡ്, മീക്കോ പറയും. മീക്കോ ബിഗാൻ ബൈറ്റിംഗ് ദ റോപ്സ് ഓഫ് ദ നെറ്റ് വിത്ത് ഹിസ് ഷാർപ്പ് ലിറ്റിൽ ടീത്ത്. തൻ്റെ മൂർച്ചയുള്ള പല്ലുകൾ കൊണ്ട് അവൻ ഈ വല കടിച്ചു മുറിക്കാൻ തുടങ്ങി. ബിറ്റ് ബൈ ബിറ്റ്, ചെറുതായിട്ട് ദ നെറ്റ് ബിഗാൻ ടു ലൂസൺ. ആ വല ലൂസാവാൻ തുടങ്ങി. കുടുങ്ങിക്കിടന്നത് മെല്ലെ അത് മുറിച്ചു മാറ്റും തോറും നെറ്റ് ലൂസായിട്ട് നമ്മുടെ സിംഹത്തിന് പുറത്തിറങ്ങാൻ പറ്റുന്ന ഒരു ഇതിലായി എത്തി. സൂൺ മീക്കോ മാനേജ് ടു ക്രിയേറ്റ് എ ഹോൾ ബിഗ് എനഫ് ഫോർ ലിയോ ടു എസ്കേപ്പ്. വൈകാതെ നമ്മുടെ മീക്കോ ഒരു വലിയൊരു ഹോളുണ്ടാക്കി, ലിയോക്ക് ഇറങ്ങി ഓടി രക്ഷപ്പെടാൻ പറ്റുന്ന രീതിയിലുള്ളൊരു വലിയ ഹോളുണ്ടാക്കി. ലിയോ വാസ് അമേസ്ഡ് ആൻഡ് ഗ്രേറ്റ്ഫുൾ. അപ്പോൾ നമ്മുടെ ലിയോ അതിശയപ്പെട്ടു. ഗ്രേറ്റ്ഫുൾ എന്ന് വെച്ചാൽ വളരെ നന്ദി ഉണ്ടായിരുന്നു നമ്മുടെ ലിയോക്ക്. താങ്ക് യു മീക്കോ, യു വെർ റൈറ്റ്, ഈവൻ എ ലിറ്റിൽ മൗസ് ക്യാൻ ഹെൽപ്പ് എ ബിഗ് ലയൺ. അപ്പോൾ പറയും, നന്ദിയുണ്ട് മീക്കോ, നീ പറഞ്ഞത് ശരിയാണ്, ഒരു കുഞ്ഞെലിക്ക് പോലും ഒരു വലിയ സിംഹത്തിനെ രക്ഷിക്കാൻ പറ്റും എന്ന്. ഫ്രം ദാറ്റ് ഡേ ഓൺ ലിയോ ആൻഡ് മീക്കോ ബിക്കെയിം ബെസ്റ്റ് ഫ്രണ്ട്സ്. ആ ദിവസം തൊട്ട് ലിയോ ആൻഡ് മീക്കോ നല്ല ബെസ്റ്റ് ഫ്രണ്ട്സായി, കൂട്ടുകാരായി. Leo learned that no act of kindness is ever wasted and even the smallest friend can make a big difference. ലിയോക്ക് എന്താണ് മനസ്സിലാവുന്നത്? ഒരു നല്ല രീതിയിലുള്ള കാര്യവും ഒരിക്കലും വേസ്റ്റായി പോവില്ല. നമ്മളൊരാളെ സഹായിച്ചാൽ നമുക്ക് ആ സഹായം തിരിച്ചു കിട്ടും. പിന്നെന്താ മനസ്സിലാക്കുന്നത്? ഒരു കുഞ്ഞു സുഹൃത്താണെങ്കിൽ കൂടെ നമ്മുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരാൻ സാധിക്കും. നമ്മളെ സഹായിക്കാൻ പറ്റിയെന്ന് വരും. ചെറുതാണെന്ന് വെച്ച് നമ്മളവരെ തള്ളി പറയാൻ പാടില്ല. നല്ലൊരു കുഞ്ഞു കഥയാണ് നമ്മൾ എഴുതിയിരിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് എത്രയേ ഉള്ളൂ. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം. അടുത്ത വീഡിയോ കാണാം. ബൈ.